ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സയ്യിദ, മലപ്പുറം. ഞാൻ എൻ്റെ മോന് പിത്തസഞ്ചിയിൽ കല്ലിന് കിട്ടിയ റിസൾട്ട് പറയാനാണ് വന്നത്. മോൻക്ക് 4-5 വർഷമായിട്ടുള്ള പ്രശ്നമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരും, ഭയങ്കര വയറുവേദന കാരണം. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ വെക്കും. പിന്നെ അവർ ഗ്യാസിനും വേദനക്കൊക്കെ മരുന്ന് തരുമ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ മാറും. പിന്നെ കുറച്ച് ഒരു 5-8 മാസം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവലുള്ളൂ. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഗ്യാസ് സ്റ്റോനെ കാണിച്ചിട്ട് സാറ് പറഞ്ഞത് സ്കാൻ ചെയ്യണം പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പിത്തസഞ്ചിയിൽ കല്ലാണ്, പിത്തസഞ്ചി എടുത്ത് ഒഴിവാക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർജനെ കണ്ട് സർജൻ ഡേറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ മോൻ പറഞ്ഞു ഇനിയിപ്പോൾ പിന്നെ സർജറി ചെയ്യണ്ട, ഇനി വേദന ഉണ്ടാവുമ്പോൾ ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു ഞാൻ വെസ്റ്റീജ് പരിചയപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു മോനോട് വെസ്റ്റീജ് ഉണ്ട് സപ്ലിമെൻറ്റ്, അതൊന്ന് കഴിച്ച് നോക്കേ, എന്നാൽ പിന്നെ മാറുകയാണെങ്കിൽ പിന്നെ സർജറിക്ക് പോകണ്ടല്ലോ. അപ്പം അങ്ങനെ മോൻക്ക് കൊടുത്തത് LRG9 ഒരു പേക്ക് 3 മാസം ഓരോ പേക്കാണ് രാവിലെ വെറും വയറ്റിൽ കൊടുത്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേക്കിൻ്റെ പകുതി അങ്ങനെ 2 മാസം കഴിച്ചു. പിന്നെ കൊടുത്തത് ഫ്ലാക്സ് ഓയിൽ, ഗാനോഡർമ, ഈ 3